Now let us discuss some more about the exponential distribution. We are going to see some properties. So first is a connection between the Poisson distribution and the exponential distribution. നമ്മൾ Poisson distribution ഡിസ്കസ് ചെയ്തപ്പോൾ we have seen the Poisson processes. Poisson process എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയർലി ഒക്യൂറിംഗ് ആയിട്ടുള്ള ഈവൻസിന്റെ ഒരു എക്സ്പെരിമെന്റ് എടുത്തു കഴിഞ്ഞാൽ an experiment consisting of rarely occurring events. അപ്പോൾ അതിന്റെ നമ്പർ ഓഫ് ഒക്യൂറൻസ് ആയിട്ട് എക്സിന്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എക്സ് 0 1 2 3 എക്സെട്ര അപ്പ് ഇൻഫിനിറ്റി വാല്യൂ എടുക്കും നമ്മൾ പറഞ്ഞു. ദാറ്റ്സ് നമ്പർ ഓഫ് ഒക്യൂറൻസസ് ആണ്. അത് 0 തൊട്ട് ഇൻഫിനിറ്റി വരെ ആവാം, പക്ഷെ ഒരു പർട്ടിക്കുലർ ഇന്റർവെൽ അത് വളരെ റെയർ ആയിട്ട് ഒക്യൂർ ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോയ്സോൺ പ്രോസസ്സിന്റെ പ്രത്യേകത പറഞ്ഞത് അത് ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ലിൽ ഒക്യൂർ ചെയ്യാനുള്ള നമ്പർ ഓഫ് ഒക്യൂറൻസസിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ആ ഇന്റർവെല്ലിന്റെ ലെങ്ത്. ഇവിടെ നമ്മൾ ടി ലെങ്ത്തുള്ള ഒരു ടൈം ഇന്റർവെല്ലാണ് എടുത്തതെങ്കിൽ ആ ടി ലെങ്ത്തിന്റെ പ്രൊപ്പോർഷണൽ ആയിരിക്കും, ടിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ആൽഫ ടി ആയിരിക്കും നമ്മുടെ ഒരു ആവറേജ് വാല്യൂ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഒക്യൂറൻസസ് വിൽ ബി എ മൾട്ടിപ്പിൾ ഓഫ് ടി, ദാറ്റ് മീൻസ് എ കോൺസ്റ്റന്റ് ഇൻറ്റു ടി. ആ കോൺസ്റ്റന്റ് ആണ് നമ്മൾ ആൽഫ എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ടി 1 ആകുമ്പോൾ, അതായത് യൂണിറ്റ് ഇന്റർവെല്ലിൽ ഒക്യൂർ ചെയ്യാനുള്ള നമ്പർ ഓഫ് ഒക്യൂറൻസസിനെയാണ് നമ്മൾ ആൽഫ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ടി 1 ആകുമ്പോൾ ലാംഡയുടെ വാല്യൂ, ലാംഡ എന്ന് പറയുന്നത് എന്താണ്? ആവറേജ്, മീൻ ആണ് അല്ലേ? അപ്പോൾ ആവറേജ് വാല്യൂ ആണ്, ആവറേജ് നമ്പർ ഓഫ് ഒക്യൂറൻസസിനെയാണ് ആൽഫ എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ കൊടുത്തിരുന്ന അസംപ്ഷൻ ആയിരുന്നു രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രണ്ട് ഇന്റർവെൽ എടുത്തു കഴിഞ്ഞാൽ ഓവർലാപ്പിംഗ് അല്ലാത്ത രണ്ട് ഇൻഡിപെൻഡന്റ് അല്ല, ഓവർലാപ്പിംഗ് അല്ലാത്ത രണ്ട് ഇന്റർവെൽസ് എടുത്തു കഴിഞ്ഞാൽ ദ നമ്പർ ഓഫ് ഒക്യൂറൻസസ് വിൽ ബി ഇൻഡിപെൻഡന്റ്. അപ്പോൾ ഈ ഇന്റർവെല്ലായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു കേസാണ് പോയ്സോൺ പ്രോസസ്സിൽ നമ്മൾ കൺസിഡർ ചെയ്തത്. ആൻഡ് ഇൻ ദിസ് കേസ് ഇഫ് യു ഡിഫൈൻ എക്സ് ആസ് ദി നമ്പർ ഓഫ് ഒക്യൂറൻസസ്, ദെൻ എക്സ് വിൽ ഫോളോ ദി പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. നൗ നമ്മൾ y എന്ന് പറഞ്ഞൊരു പുതിയ റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യാന്ന് വിചാരിക്കാം. y ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ടു ഒക്യൂറൻസസ് ആണ്. ഇത് നമ്പർ ഓഫ് ഒക്യൂറൻസസ് 1 2 3 അങ്ങനെ ഒക്യൂറൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് ഒക്യൂറൻസും സെക്കൻഡ് ഒക്യൂറൻസും തമ്മിലുള്ള ടൈം ഗ്യാപ്പ്, അല്ലെങ്കിൽ സെക്കൻഡും തേർഡും തമ്മിലുള്ള ടൈം ഗ്യാപ്പ്, അങ്ങനെ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ടു സക്സസീവ് ഒക്യൂറൻസസ് ആയിട്ട് y ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ y വിൽ ബി ഫോളോയിങ് ദി എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ദ സെയിം പാരാമീറ്റർ ആൽഫ. ഈ ആൽഫ ടി ആണ് ഇവിടുത്തെ പാരാമീറ്റർ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ. അതിന്റെ ആൽഫ ആയിരിക്കും എന്തായിട്ട് വരിക? എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ക്യാപിറ്റൽ വൈ എന്ന് പറയുന്നത് ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ടു ഒക്യൂറൻസസ് ആയിട്ട് ഡിഫൈൻ ചെയ്യും. ബിറ്റ്വീൻ ടു ഒക്യൂറൻസസ്. അപ്പം ആ പുതിയ റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്നത് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതായത് ഒരേ എക്സ്പെരിമെന്റ് നമുക്ക് നമ്പർ ഓഫ് വേരിയബിൾസ്, നമ്പർ ഓഫ് ഒക്യൂറൻസസ് ആയിട്ട് എക്സ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഫോളോ ദി പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് ഫ്രം ദ സെയിം പ്രോസസ് ഇഫ് യു ഡിഫൈൻ ക്യാപിറ്റൽ വൈ ആസ് ദി ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ടു ഒക്യൂറൻസസ്, then it will follow the exponential distribution. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രോബിലിറ്റി ഫംഗ്ഷൻ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലാംഡ എന്നുള്ളത് ഇവിടെ ആൽഫയാണല്ലോ വരുന്നത്. ആൽഫ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് 0 ഫോർ എക്സ് ലെസ് ദാൻ 0. ഈ ഒരു പ്രോബിലിറ്റി ഫംഗ്ഷനാണ് ഈ വൈ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സപ്പോസ് ദാറ്റ് ദ നമ്പർ ഓഫ് ഒക്യൂറൻസസ്, number of events occurring in any time interval of length t, the Poisson distribution with the parameter alpha t, and that the number of occurrences in non-overlapping intervals is non-overlapping intervals are independent of one another. Then the distribution of elapsed time between the occurrences of two successive events will be following the exponential distribution with parameter lambda equal to alpha. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. Okay, so that establishes a connection between Poisson and exponential distribution. For example, suppose that the calls received at a 24-hour suicide hotline follows a Poisson distribution with the rate alpha is equal to 0.5 calls per day. അതായത് 1 ഡേയിൽ 0.5 ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആൽഫ എന്ന് വിളിച്ചിരിക്കുന്നത്. ആൽഫ ഇൻറ്റു ടിയിൽ ടി 1 ആകുമ്പോൾ ആൽഫയാണ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൽഫ എന്ന് പറയുന്നത് എത്രയാണ്? 0.5 ആണ്. ഓർ ഇവിടുത്തെ ലാംഡ എന്ന് പറയുന്നത് 0.5 ടി ആണ് വരിക. ഓക്കെ, ലാംഡ എന്ന് പറയുന്ന പാരാമീറ്റർ ആൽഫ ടി ആയിട്ടാണ് എടുക്കുക. ഓക്കെ, ആൻഡ് ഇത് സൂയിസൈഡ് ഹോട്ട് ലൈൻ ആയതുകൊണ്ട് ഇതൊരു റെയർ ഇവന്റും ആണ്. കാരണം വളരെ റെയർ ആയിട്ട് എവിടേക്ക് കോളുകൾ വരുന്നുള്ളൂ. ഓക്കെ, അതിന്റെ നമ്പർ ഓഫ് കോൾസ് ആണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ദ കോൾസ് റിസീവ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെർ ഡേ നമ്പർ ഓഫ് കോൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. 0.5 ഒക്കെ ആയിട്ട് വരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ രണ്ട് കോൾസ്, ഇങ്ങനെയുള്ള കോൾ സെന്ററിൽ ലഭിക്കുന്ന രണ്ട് കോൾസ് തമ്മിലുള്ള ടൈം ഗ്യാപ്പ് ആയിട്ട്
വൈനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, വൈ അല്ലെങ്കിൽ എക്സിനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വിൽ ഫോളോ ദി എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ദിസ് ആൽഫ. ഇറ്റ് വിൽ ബി ഫോളോയിങ് ദി exponential distribution with parameter 0.5. Okay, so what we need to find is probability of x greater than 2. Probability of x greater than 2 ആണ് നമുക്ക് വേണ്ടത്. x എന്ന് പറയുന്ന exponential distribution ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. So this can be written as either you can evaluate it using 2 to infinity വെച്ചിട്ട് evaluate ചെയ്യാം. അതിലും better way എന്ന് പറയുന്നത് you can take probability of x greater than 2 as 1 minus probability of x less than or equal to 2. Now this is the cumulative distribution function അല്ലേ. അപ്പോൾ 1 minus f of 2 എടുത്താൽ മതി. ഓക്കെ, സോ എഫ് ഓഫ് ടുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വി ഹാവ് സീൻ ദാറ്റ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇങ്ങനെയാണ് വാല്യൂ എടുക്കുന്നത്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ആൻഡ് ലെസ് ദാൻ 0 ആകുമ്പോൾ 0 ആണ്. സോ ഹിയർ ഇറ്റ്സ് ഗോയിങ് ടു ബി 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ആണല്ലോ. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് 0.5 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 2 ആണ് ഇവിടെ. ഇതാണ് വരും. അപ്പോൾ 1 മൈനസ് 1 എടുക്കുമ്പോൾ 0 വരും. സോ 0 പ്ലസ് ഇ റൈസ് ടു മൈനസ് 0.5 ഇൻറ്റു 2 വരും. സോ 0.368. യൂസിങ് എ കാൽക്കുലേറ്റർ യു ക്യാൻ ഫൈൻഡ് ദിസ്. ഓക്കെ, ആൻഡ് എക്സ്പെക്റ്റഡ് ടൈം ബിറ്റ്വീൻ സക്സസീവ് കോൾസ്. എക്സ്പെക്റ്റഡ് ടൈം ബിറ്റ്വീൻ സക്സസീവ് കോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ് ആണല്ലോ, ടൈം ബിറ്റ്വീൻ സക്സസീവ് കോൾസ് എക്സ് ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ വാട്ട് ഇസ് ദാറ്റ് എക്സ്പെക്ടേഷൻ ഇസ് ഗോയിങ് ടു ബി, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, എക്സ്പെക്ടേഷൻ is 1 by lambda. Okay, so in this case expectation is going to be 1 by lambda is the parameter, so 0.5. that means this is equal to 2. So 2 days ആണ് expected time gap between two calls ആയിട്ട് വരുന്നത്. Okay, average. Okay, then there is another property called memoryless property for the exponential distribution. Okay, memoryless property എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഈവൻസിൽ നമ്മൾ സപ്പോസ് we are calculating probability of x greater than a plus b. This is actually talking about a conditional probability. അതായത് a given b എന്ന് പറയുന്ന ഒരു പ്രോബിലിറ്റി ആണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. പ്രോബിലിറ്റി ഓഫ് a given b. ഓക്കെ, ഇത് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ പ്ലസ് ബി ആവുക ഗിവൺ ദാറ്റ് പ്രോബിലിറ്റി എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ എ. എക്സ് ഗ്രേറ്റർ ദാൻ എ ആയിട്ടുണ്ടെന്ന് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് ആ കണ്ടീഷൻ ഇരിക്കെ വാട്ട് വിൽ ബി ദി പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ പ്ലസ് ബി. This will not be in general equal to probability of x greater than a plus b or probability of x greater than b. ഇതൊന്നും ആയിക്കൊള്ളുന്നില്ല. ഇറ്റ് ക്യാൻ ബി എൻറ്റയർലി ഡിഫറെൻറ്റ്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇൻ്റർസെക്ഷൻ ഒക്കെ വെച്ചൊരു ഫോർമുലയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് എ ബൈ ബി ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി എന്നാണ്. ഇതാണ് കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റ് കേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു. സെയിം വിൽ കം ഇൻ ദി കണ്ടിന്യൂസ് കേസ് ഓൾസോ. ഓക്കെ, സോ in some cases these two probabilities will be the same. The probability of x greater than a plus b എന്ന് പറയുന്നത് given x greater than a has happened will be equal to probability of x greater than b. That is, this will happen. Probability of x greater than a plus b given x greater than a has happened will be same as probability of x greater than b. Okay, this means that x greater than a plus b ൽ x greater than a എന്നുള്ള സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതിൻ്റെ പ്രോബിലിറ്റി എന്തായിട്ടാണ് വരിക? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ബി ആണല്ലോ വരിക. ഇത് രണ്ടും ഈക്വൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ സംഭവിച്ചു എന്ന് പറയുന്ന കാര്യത്തിന് ഇവിടെ എന്തില്ല, യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ആക്ച്വലി ഫോർഗെറ്റിംഗ് അബൌട്ട് എ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ്, അതായത് ഈ രണ്ട് ക്വാണ്ടിറ്റിയും സെയിം ആവുകയാണെങ്കിൽ ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ദി മെമ്മറിലെസ് പ്രോപ്പർട്ടി. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഫോർഗെറ്റ്സ് ദറ്റ് ദ ഈവൻറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ എ വിച്ച് ഇസ് ഗിവൺ that it has happened, that distribution is actually forgetting about this already happened issue. Okay, so that's why it is called a memoryless property. And you can see that the exponential distribution has this property. Exponential distribution ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. കാരണം പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ പ്ലസ് ബി ഗിവൺ എക്സ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ എഴുതിയ പോലെ ഇന്റർസെക്ഷൻ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഇതെന്താണ്, എക്സ് ഗ്രേറ്റർ ദാൻ 4 എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ ഇത് വലിയ വാല്യൂ ഇതാണല്ലോ അല്ലേ. എക്സ് ഗ്രേറ്റർ ദാൻ എ പ്ലസ് ബി ഇന്റർസെക്ഷൻ പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ സംഭവിക്കണം എന്ത് വേണം, ഈ വലിയ വാല്യൂവിനേക്കാൾ എക്സ് വലുതായിരിക്കണം. അതായത് പ്രോബിലിറ്റി ദിസ് മസ്റ്റ് ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ പ്ലസ് ബി ആയിരിക്കണം ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ എന്ന് കിട്ടും. ആൻഡ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ ടേംസ് ഓഫ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് അതിൻ്റെ ടേംസിൽ എഴുതാൻ വേണ്ടിയിട്ട് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ
ദിസ് ഓൾസോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകുമ്പോൾ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് 1 മൈനസ് എഫ് ഓഫ് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് എഫ് ഓഫ് എ എന്ന് എഴുതാം. ബിക്കോസ് ദീസ് ആർ ദി ക്യുമുലേറ്റീവ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ്, ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, നൗ എഫ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താ വരിക? എഫ് ഓഫ് എക്സ് വാസ് ഡിഫൈൻഡ് as 1 മൈനസ് ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ആണല്ലേ. അപ്പോൾ 1 മൈനസ് 1 മൈനസ് വരും. 1 മൈനസ് 1 മൈനസ് വരുമ്പോൾ 1 1 ക്യാൻസൽ ചെയ്തിട്ട് ഇ റേസ് ടു മൈനസ് ലാംഡ എക്സിൻ്റെ സ്ഥാനത്ത് എ പ്ലസ് ബി ആണ് ന്യൂമറേറ്ററിൽ വരിക, ഡിനോമിനേറ്ററിൽ വരിക എ ആണ് വരിക. Now this can be splitted into e raised to minus lambda a into e raised to minus lambda b. അപ്പോൾ e raised to minus lambda a ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി ഉണ്ടാവുക e raised to minus lambda b ആണ് വരിക. This e raised to minus lambda b is nothing but probability of x greater than b, because ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 1 minus probability of x less than or equal to b എന്ന് എഴുതാം. So this is 1 minus e raised to minus lambda b എന്നാണല്ലോ, lambda b എന്നാണ് വരിക. ഓക്കെ, 1 1 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ e raised to minus lambda b എന്ന് കിട്ടും. So probability of x greater than a plus b given x greater than a is same as probability of x greater than b. Okay. So we can say that the exponential distribution shows the memoryless property. ഈ മെമ്മറിലെസ് പ്രോപ്പർട്ടി ഇല്ലാത്ത ഒരു എക്സ്പെരിമെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് എന്തിൽ ഫിറ്റ് ആവില്ല? എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനിൽ ഫിറ്റ് ആവില്ല. കാരണം എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻസ് ഓൾവേസ് ഷോ ദി മെമ്മറിലെസ് പ്രോപ്പർട്ടി. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇല്ലാത്തൊരു റാൻഡം വേരിയബിൾ എടുത്തു കഴിഞ്ഞാൽ, എക്സ് എടുത്തു കഴിഞ്ഞാൽ, ഇറ്റ് കനോട്ട് ബി ഫോളോയിങ് ദി എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. ദാറ്റ് വിൽ ബി ഐഡന്റിഫൈങ്, ദാറ്റ്സ് എ ക്രൈറ്റീരിയൻ ടു ഐഡന്റിഫൈ ദി എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഡിസ്ട്രിബ്യൂഷൻ ഈ പ്രോപ്പർട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരിക്കലും എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന് ഫിറ്റ് ആവില്ല. ഓക്കെ, നൗ അതിന് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. സപ്പോസ് വി കൺസിഡർ ദ ലൈഫ് സ്പാൻ ഓഫ് ആൻ ഇലക്ട്രോണിക് കമ്പണന്റ്. അപ്പോൾ നമ്മളൊരു ഇലക്ട്രോണിക് കമ്പണന്റ് വാങ്ങി, അതിൻ്റെ ലൈഫ് സ്പാൻ ആണ് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആൻഡ് as I said, it will be starting from a peak value and slowly പ്രോബിലിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുക. അതായത് 10 days 100 days നിൽക്കാനുള്ള പ്രോബിലിറ്റി ആകുമ്പോഴേക്ക് കുറഞ്ഞു വരും. ഓക്കെ, സോ ദ ലൈഫ് ടൈം ഓഫ് എ കമ്പണന്റ് ഈസ് ടേക്കൺ as ദി റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ടി അവേഴ്സ് എങ്കിലും അത് വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്രോബിലിറ്റി ദറ്റ് എക്സ് ലൈഫ് സ്പാൻ ആണല്ലോ, ലൈഫ് സ്പാൻ എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആയിരിക്കും. ടി അവേഴ്സ് എങ്കിലും വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആണ്. ഓക്കെ, സപ്പോസ് നമ്മൾ ആ ഇൻസ്ട്രുമെന്റ്, ആ ഇലക്ട്രോണിക് കമ്പോണന്റ് നമ്മൾ ടി നോട്ട് അവേഴ്സ് വർക്ക് ചെയ്യിച്ചു, 10 അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്യിച്ചു. എന്നിട്ട് നമ്മൾ നോക്കുകയാണ് അത് എക്സ്ട്രാ ഒരു ടി അവറും കൂടെ വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി നോക്കുകയാണ്. അതായത് നമുക്ക് ടി അവേഴ്സ് അധികം വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി നമുക്കറിയാം, പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആണ്, നമുക്കറിയാം. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ആ കമ്പോണന്റ് നമ്മൾ ടി നോട്ട് അവേഴ്സ് വർക്ക് ചെയ്യിച്ചു, ഓൾറെഡി വർക്ക് ചെയ്യിച്ചിട്ടുണ്ട്. നൗ വി ആർ ലുക്കിംഗ് ഫോർ ദ പ്രോബിലിറ്റി ദാറ്റ് അത് ടി അവേഴ്സും കൂടെ കൂടുതൽ വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് നോക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ട്രൈങ് ടു സീ ഈസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ടി നോട്ട് പ്ലസ് ടി. ഓൾറെഡി ടി നോട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഒരു ടിയും കൂടെ വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ടി നോട്ട്. അതായത് ടി നോട്ട് അവേഴ്സ് അത് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം. അപ്പോൾ ഈ ഇൻഫർമേഷൻ വെച്ചിട്ടുള്ള കണ്ടീഷണൽ പ്രോബിലിറ്റിയാണ് നമ്മൾ നോക്കുകയെന്ന് വിചാരിക്കുക. ആൻഡ് ഇഫ് ദി ലൈഫ് സ്പാൻ follows the exponential distribution, this will be same as probability of x greater than t ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി കണ്ടല്ലോ, എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഈ പ്രോപ്പർട്ടി എപ്പോഴും ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സ് ദിസ് എക്സ് ഫോളോസ് ദി എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഈ രണ്ട് പ്രോബിലിറ്റിയും സെയിം ആയിരിക്കും. അതിൻ്റെ അർത്ഥം ഈ ടി നോട്ട് അവേഴ്സ് ഓൾറെഡി വർക്ക് ചെയ്തെന്ന് നമുക്കറിയാം, പക്ഷെ അത് എന്തല്ല നമ്മളെ സംബന്ധിച്ച് ഇമ്മെറ്റീരിയൽ ആണ്. ഇപ്പോൾ നമ്മളൊരു എക്യുപ്മെൻ്റ് എടുത്തു, അത് 10 അവേഴ്സ് വർക്ക് ചെയ്യിച്ചു, അതിൻ്റെ ലൈഫ് സ്പാൻ കമ്പനി പറയുന്നത് 100 അവേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ 1000 അവേഴ്സ് ഒക്കെ ആണെങ്കിൽ ഈ 10 അവേഴ്സ് വർക്ക് ചെയ്യിച്ചുകൊണ്ട് അതിന് ശേഷമുള്ള പ്രോബിലിറ്റിക്ക് യാതൊരു ചേഞ്ചും വരത്തില്ല. അപ്പം ആദ്യം തൊട്ടുള്ള പ്രോബിലിറ്റി പോലെ തന്നെയാണ് പിന്നെയും അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ 10 അവേഴ്സ് നമുക്ക് ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്യാം, ഓർ യു ക്യാൻ ഫോർഗെറ്റ് വാട്ട് ഹാസ് ഓൾറെഡി പാസ്റ്റ്. കഴിഞ്ഞു പോയ പ്രോബിലിറ്റിയെ നമുക്ക് ഫോർഗെറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പ്രോബിലിറ്റിയെ മെമ്മറിലെസ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ആൻ എക്സ്പെരിമെന്റ് വിച്ച് ഫിറ്റ്സ് ഇൻ ടു ദി എക്സ്പോണൻഷ്യൽ കേസ്, പ്രൊവൈഡഡ് ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലൈഫ് സ്പാൻ ഓഫ് ആൻ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ എടുക്കാൻ പറ്റും അല്ലേ. ഷോർട്ട് ലൈഫ് സ്പാൻ ഒക്കെ ആണെങ്കിൽ യു ഹാവ് ടു ബി കെയർഫുൾ. പക്ഷേ ഒരു ബൾബ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് തൗസൻഡ്സ് ഓഫ് അവേഴ്സ് ആണ്. അപ്പോൾ നമ്മളതൊരു 10 അവേഴ്സ് കത്തിച്ചതിന് ശേഷം ദെൻ വാച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ, വാട്ട് എവർ ഹാസ് ഹാപ്പൻഡ് ഈസ് ഇമ്മെറ്റീരിയൽ. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു എക്സ്പോണൻഷ്യൽ ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. So that's all about the exponential distribution. Thank you.